ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെൻറ്റർ ബോക്സ് ഫീറ്റ് വരുന്ന ഒരു കുർത്തിയാണ്. അതിനായിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് നൈറ്റി മെറ്റീരിയലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. തുണി രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഞാനിവിടെ ലെങ്ത് എടുക്കുന്നത് 46 അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂടി കൂട്ടി 47 മാർക്ക് ചെയ്യുന്നത്. ഞാനിതിപ്പോൾ എടുത്തേക്കുന്നത് നൈറ്റി മെറ്റീരിയൽ 390-ൻ്റെയാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ലെങ്തൊക്കെ കഴിഞ്ഞിട്ട് സ്ലീവിനുള്ള ആവശ്യത്തിനുള്ള മെറ്റീരിയൽ ഉണ്ടാവും. ചില നൈറ്റി മെറ്റീരിയൽ വരുന്നത് 290 ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ സ്ലീവ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുള്ളേ. നമ്മളിന്ന് ചെയ്യുന്നത് സെൻറ്റർ ബോക്സ് ഫ്ലീറ്റ് വരുന്ന കുർത്തിയാണെന്ന് പറഞ്ഞല്ലോ. അതിനായിട്ട് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു 3 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ഇപ്പം വീതിയുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3-ൽ കൂടുതൽ എടുക്കാവേ. ഞാനിവിടെ 3 മാർക്ക് ചെയ്യുന്നത്. ലെങ്ത് എടുക്കുന്നത് ഞാൻ 10.5 കുറച്ച് ഇറങ്ങി വരെ വരണമെന്നുള്ളവർക്കാണെങ്കിൽ 10.5-ൽ കൂടുതൽ എടുക്കാം. കയറി വരണമെന്നുള്ളവർക്ക് 10.5-ൽ കുറവായിട്ടും ലെങ്ത് എടുക്കാവേ. അതിനുശേഷം നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കുകയാണ്. ആ ലൈനിൽ കൂടിയാണ് നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അന്നേരം അവിടെ ഒരു ബോക്സ് ഫ്ലീറ്റ് പോലെ വരും. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാം എങ്ങനെയാണെന്നേ. അതിനുശേഷം നമ്മൾ ബാക്കി കുർത്ത ചെയ്യുന്ന പോലെ തന്നെ ആ 3 വിട്ടതിൽ നിന്ന് വേണം നമ്മൾ ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് എല്ലാം ഇനി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് 6.25 ഞാനിതിന് വീനെക്കാണ് കൊടുക്കുന്നത്. അപ്പം ഷോൾഡർ നമുക്ക് നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മെഷർമെൻറ്റ്സ് എടുത്ത് കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. ഞാനിതിപ്പം വീട്ടിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അയവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൈക്കുഴി കുറച്ച് ഇറക്കി വിടുന്നുണ്ട്. ആദ്യം ഞാൻ 6.5 മാർക്ക് ചെയ്തത്. അതിനുശേഷം ഞാൻ 7 മാർക്ക് ചെയ്തേക്കുന്നതാണ്. അടിവശത്ത് 2 ലൈൻ വന്നേക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്കതൊരു എൽ ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ട് കൈക്കുഴി നമുക്ക് വരച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളൊരു ലാർജ് സൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് വരുന്നത് 36 36-ൻ്റെ 4.1 കണ്ടതിന് ശേഷം അതിൻ്റെ കൂടെ 3/4 ഇഞ്ച് ലൂസ് കൂടിയും കൂട്ടിയിട്ടാണ് നമ്മളിവിടെ 9.25 മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കുർത്തയൊക്കെ പുറമേ ചെയ്യാനുള്ളതാണെങ്കിൽ കുറച്ച് ഷേപ്പിനുള്ളതാണെങ്കിൽ ഞാൻ 1/2 ഇഞ്ച് ലൂസ് ഇടാറുള്ളൂ. ഇപ്പോൾ വീട്ടിലിടാനുള്ളതുകൊണ്ട് കുറച്ച് അയവ് വേണ്ടതുകൊണ്ട് ഞാൻ 3/4 ഇഞ്ചാണ് കൊടുക്കുന്നത്. വേസ്റ്റ് ലെങ്ത് എടുക്കുന്നത് 13.5 വേസ്റ്റ് റൗണ്ട് 33 വന്നേക്കുന്നത്. അതിൻ്റെ 4.1 നമ്മൾ 8.25 കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെയും സീം അലവൻസ് 1.5 മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ലൈനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം വേസ്റ്റ് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നമുക്ക് താഴേക്കൊരു ചെരിച്ചൊരു ലൈൻ വരച്ച് കൊടുക്കാവേ. നമുക്ക് ആദ്യം ബാക്ക് പീസ് വെട്ടിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ ചെയ്യാമായിരുന്നു. അത് കുറച്ചുകൂടി എളുപ്പമുണ്ട്. പക്ഷേ ചെയ്യുന്നവർക്ക് കുറച്ച് കാണുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രണ്ട് പോർഷൻ നിവർത്തി തന്നെ ഇട്ടിട്ട് ഞാനിത് ഫ്രണ്ട് പോർഷൻ മാത്രമായിട്ട് കാണിച്ചു തരുന്നത്. നമുക്കിനി ബാക്ക് പോർഷൻ ചെയ്യുമ്പോഴത്തേക്കിനും ഇത് വെച്ച് വരയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുകയോ ചെയ്യാമേ. നമ്മൾ കുർത്തയുടെയും ബ്ലൗസിൻ്റെയൊക്കെ ചെയ്യുമ്പോഴത്തേനും കൈക്കുഴി വരയ്ക്കുമ്പോഴത്തേനും ആ കോർണറിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ട് പോർഷൻ ആകുമ്പോഴത്തേനും 1 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഞാനിത് വീട്ടിലിടുന്ന ആയതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് കിടക്കാൻ വേണ്ടി 1.5 തന്നെ ബാക്ക് പീസ് വെട്ടുന്ന പോലെ തന്നെ 1.5 ഇഞ്ച് എടുത്തിട്ട് തന്നെയാണ് കൈക്കുഴി വരച്ചേക്കുന്നത്. വീഡിയോയിൽ ഇത് ഫുള്ള് കിട്ടത്തില്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് കയറ്റിയിട്ടിട്ട് അടിവശം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അടിവശം സൈഡ് കൊണ്ട് തൂങ്ങി വരും. അതുകൊണ്ട് നമ്മളൊരു 1.5 ഇഞ്ച് മേളിലേക്ക് അടിയിൽ നിന്ന് മേളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒരു കർവായിട്ട് അടിവശം ഒന്ന് വരച്ച് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. അടുത്തായിട്ട് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ബാക്ക് പോർഷനാണ്. ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണോ കട്ട് ചെയ്തത് ആ മെഷർമെൻറ്റ്സ് തന്നെയാണ് ബാക്കിലും വരേണ്ടത്. അത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സെൻറ്ററിൽ എങ്ങനെയാണ് ബോക്സ് ഫ്ലീറ്റ് വരുന്നതെന്ന് ജസ്റ്റ് ഞാൻ പേൾപ്പിന് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിക്കുന്നതാണ്. നമ്മൾ ചീത്ത വശത്ത് നമ്മളൊരു 3 ഇഞ്ച് വിഡ്ത്തും 10.5 ഇഞ്ച് ലെങ്തിലും ഒരു ലൈൻ വരച്ചല്ലോ. അതിൽ നമ്മൾ പേൾപ്പിന് സെറ്റ് ചെയ്ത ശേഷം അകത്തൊരു ബോക്സ് ഫ്ലീറ്റ് ചീത്ത വശത്ത് ഒരു ബോക്സ് ഫ്ലീറ്റ് പോലെയും പുറമേ 2 സൈഡിൽ നിന്നും 2 ഫ്ലീറ്റ്സ് പോലെയാണ് നമുക്ക് പുറമേ കിട്ടുന്നത്. അതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർക്ക് അത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കിനും ആ കൺഫ്യൂഷൻ മാറുവേ. അതിൽ നന്നായി വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ.
ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു ലൂസ് സ്ലീവ്, നോർമൽ സ്ലീവ് എന്നാൽ കുറച്ചധികം ലൂസ് കിടക്കുന്ന പോലെ ചെയ്യാമെന്ന് ഓർത്തിട്ട് അടിവശത്ത് നല്ല ലൂസ് ഇട്ടിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തത്. പക്ഷേ അത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഇട്ട് നോക്കിയപ്പോഴത്തേക്കിനും എനിക്കെന്തോ അതിനൊരു മാച്ച് ആകാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിന് ഒരു ഇലാസ്റ്റിക് വെച്ചിട്ട് അങ്ങനെ ഞാൻ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ് എങ്ങനെയാണോ അങ്ങനെ വേണേൽ ചെയ്യാം. ഞാനിതിപ്പോൾ ലൂസ് ഇട്ടിട്ട് അതിൽ ഇലാസ്റ്റിക് വെക്കുന്നുണ്ട് അടിവശത്തെ. അപ്പം സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിനി ബാക്ക് പീസിലേക്ക് നെക്ക് അടിക്കാനായിട്ട് ക്രോസ് പീസാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിലെ നെക്ക് ഞാൻ സ്റ്റിഫിലാണ്, ക്യാൻവാസിലാണ് ചെയ്തത്. അത് പക്ഷേ ഇതിൽ വന്നിട്ടില്ല. വി നെക്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ ലൈൻ ബോക്സ് പ്ലീറ്റിനുള്ളത് അടിച്ചതിന് ശേഷമാണ് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആ വിഡ്ത്ത് 3ഉം ലെങ്ത് 10 അടയാളപ്പെടുത്തി ആ ലൈനിൽ കൂടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ചീത്തവശത്താണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ നല്ല വശം കാണാനായിട്ട് ഇതുപോലെ ഇരിക്കും. നമ്മുടെ ഉള്ളുവശം വേണ്ട ഇതുപോലെ ബോക്സ് പ്ലീറ്റ് ആയിട്ട് വന്നിരിക്കും. നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മേളിലൊന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു ഈ ബോക്സ് പ്ലീറ്റ് വെച്ചിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ ആ പ്ലീറ്റ്സ് നന്നായിട്ട് കിടക്കുകയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ 3ന് പകരം കുറച്ചുകൂടി അധികം വിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിവശമൊക്കെ നല്ല കുറച്ചധികം വിരിവിന് കിട്ടും. ഉള്ളിലേക്ക് അത്രയും പോർഷൻ പോകുമ്പോഴത്തേനും നമുക്ക് ആ അടിയിലെ വിരിവൊക്കെ കൂടുതൽ കിട്ടുമേ. നമ്മളിനിയിപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നെക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ വീനെക്കിൻ്റെ ആ അടിവശത്തെ ആ കുനുപ്പ് കൃത്യം നമ്മൾ ആ പ്ലീറ്റ്സ് വന്നേക്കുന്നതിൻ്റെ ആ സെൻറ്ററിൽ തന്നെ വരാൻ വേണ്ടി നോക്കണേ. നമ്മളവിടെ ഒരു പേൾ പിന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അടിച്ചാലും മതി. കറക്റ്റ് സെൻറ്റർ വന്നില്ലെങ്കിൽ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അതൊരു വൃത്തികേടായിരിക്കും. അതുകൊണ്ട് കറക്റ്റ് ആ പ്ലീറ്റ്സ് വന്നതിൻ്റെ അവിടെ തന്നെ ആ വീനെക്ക് വന്ന് നിൽക്കാനായിട്ട് നോക്കണേ. കാണാൻ നല്ല ഭംഗിയുള്ള എന്നാൽ കംഫേർട്ടായിട്ട് ഇടാൻ പറ്റിയൊരു ടൈപ്പ് കുർത്തിയാണ്. നമുക്ക് വീട്ടിലാണെങ്കിലും പുറമേ ആണെങ്കിലും നല്ല പുറമേലൊക്കെ നല്ല കുർത്തിയുടെ മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിലും പ്ലെയിൻ മെറ്റീരിയൽ ആണെങ്കിലും ഉള്ളിൽ നമുക്ക് ഈ ബോക്സ് പ്ലീറ്റ് ഇടുന്നതിൻ്റെ അവിടെ ഒരു വേറെ പ്രിൻറ്റഡ് മെറ്റീരിയലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് പല മോഡലിൽ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ടൈപ്പ് കുർത്തിയാണിത്. നമുക്കിത് ഓരോ രീതിയിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടും കേട്ടോ. ഇപ്പം ക്രിസ്മസിലേക്കൊക്കെ വേണമെങ്കിൽ വൈറ്റ് റെഡ് അങ്ങനെ ഒരു കോമ്പിനേഷനിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. നമ്മുടെ വീനെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ നെക്കിൻ്റെ വിട്ടെടുത്തത് 3.5 ലെങ്ത് ഒരു 7.5 എടുത്തേക്കുന്നത്. വീനെക്ക് ആയതുകൊണ്ട് കുറച്ച് ഇറക്കിയാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്കിനി ബാക്ക് നെക്കിൽ ക്രോസ് പീസ് കട്ട് ചെയ്ത് നമുക്ക് ബാക്ക് നെക്ക് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ബാക്ക് നെക്ക് ഞാനൊരു 2.5 മാർക്ക് ചെയ്തിട്ടുള്ളൂ. വിഡ്ത്ത് 3.25 വെച്ചിട്ടാണ് ക്രോസ് പീസ് വെച്ച് അടിക്കുന്നതുകൊണ്ട് 4 ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. മറ്റേത് ക്യാൻവാസ് വെക്കുന്നതുകൊണ്ട് 3.5 തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അടിച്ച് വരുമ്പോൾ 3.25 എന്നുള്ളത് 3.5 ആയിക്കോളുവേ. നമുക്കത് ക്രോസ് പീസ് നെക്കിൽ വെച്ചിട്ട് അതെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കിൽ ക്രോസ് പീസ് കൊടുത്തത് നമുക്കൊന്ന് മടക്കി അടിച്ച് നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. സ്ലീവ് ഞാൻ ജസ്റ്റ് മടക്കി അടിക്കുന്നേ ഉള്ളൂ, വേറെ പീസൊന്നും കൊടുക്കുന്നില്ല. അതിൽ തന്നെ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് 2 സ്ലീവും ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബോഡി പാർട്ടിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. 2 സ്ലീവ് അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസിലെല്ലാം ഇതെല്ലാം കാണിച്ചിട്ടുള്ളതാണ്. ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഞാൻ സ്പീഡിൽ കാണിച്ചു പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്കാണെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്കി ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് വണ്ണം എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കട്ട് ചെയ്തപ്പോഴെല്ലാം നല്ല വശത്താണ് മാർക്ക് ചെയ്തത്, അതുകൊണ്ട് മാർക്കിംഗ് ഒന്നും കാണില്ല. നമുക്ക് ഉള്ളിൽ നമുക്ക് എല്ലാം ഒന്ന് ചെസ്റ്റ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് നമ്മൾ എടുത്തത് 9.25 വേസ്റ്റ് എടുത്തത് 8.25. അത് വെച്ച് തന്നെ നമുക്ക് എല്ലാം മാർക്ക് ചെയ്തിട്ട് നമുക്ക് വണ്ണവും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് അടിവശവും ഫിനിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി അവിടെ റെഡിയാണ്.
ഞാനിത് നോർമൽ സ്ലീവായിട്ട് ചെയ്യാം, കുറച്ച് ലൂസ് ഇട്ടിട്ട് ചെയ്യാം എന്നോർത്തിട്ടാണ് സ്ലീവ് കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. പക്ഷേ അതങ്ങനെ ഇട്ട് നോക്കിയപ്പോഴത്തേക്കിനും അതിന് ചേരാത്തതുപോലെ എന്തൊരു ബോറായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനതിന് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മളിതിൻ്റെ മടക്കി അടിച്ചതിൻ്റെ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം സ്ലീവിന് ചുറ്റുമായിട്ട് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തയുടെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഇടാൻ നല്ല സുഖമായിരുന്നു. ഞാൻ നെക്കിലൊരു ചെറിയ ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇലാസ്റ്റിക്കും കൂടി സ്ലീവിൽ വന്നപ്പോഴത്തേക്കിനും കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ കുർത്ത എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.